السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. صلاة وسلاما عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم. إن بيتا أنت ساكنه ليس محتاجا إلى سرجي صل رب العالمين على سيد الكونين والسرج وجهك والله حجتنا يوم يأتي الناس بالحجج صل رب العالمين على سيد الكونين والسرج. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇന്ന് നമ്മുടെ ചർച്ച ഹിജ്റ 10-ാം നൂറ്റാണ്ടാണ്. അതായത് 900 മുതൽക്ക് 1000 വരെ ജീവിച്ച ഇമാമിയങ്ങളുടെ ചരിത്രങ്ങൾ പറയാനെങ്കിൽ ആയിരക്കണക്കിൽ പറയാനുണ്ട്. പക്ഷേ 1-2 വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി നമ്മുടെ ഇസ്തിഗാസയുമായുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ക്ലാസ് നിർത്താവുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതുവരേക്കും പറഞ്ഞ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു വലിയ ഖൈർ, ബറക്കത്ത്, ഇസ്സത്ത്, ഹിമ്മത്ത്, റാഹത്ത്, സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ചർച്ച എല്ലാമാകുന്ന ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു 809 ജീവിച്ച് 911 വഫാത്ത്. അപ്പൊ 911 വഫാത്തായ സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്തിഗാസയാണ് ഫസ്റ്റ് ഓഫ് ആൾ പറയുന്നത്. സുയൂത്തി ഇമാം തങ്ങൾ മുജദ്ദിദാണ് എന്ന്, ഹാഫിളാണ്, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമാക്കിയ ആള്. ഏകദേശം 70 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യക്ലത്തിൽ, മനാമിലല്ല, സ്വപ്നത്തൊന്നുമല്ല, നേരിട്ട് കണ്ട ആളെന്ന് ചരിത്രങ്ങളിൽ പഠിപ്പിച്ച വലിയൊരു വിഷയങ്ങളുണ്ട് സുയൂത്തി ഇമാം തങ്ങളെ കുറിച്ചിട്ട്. അത്രയും വലിയ ഇമാമായ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബാകുന്ന മുഅ്തറഖുൽ അഖ്റാൻ ഫി ഇജാസിൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബിലെ 3-ാം വാല്യത്തിൽ 155-ാമത്തെ പേജില് സ്വന്തമായി ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം തങ്ങളെ കുറിച്ച് തന്നെ സുയൂത്തി ഇമാം തങ്ങളെ കുറിച്ച് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ പറയുന്ന സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി എന്ന് പറയുന്ന ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വഅദ്ദഹും യഅഖൂബു ബിൽ ഇസ്തിഗ്ഫാരി, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇസ്തിഗ്ഫാർ കൊണ്ടായിട്ട് ഇരിക്കുന്ന എഴുതി വെച്ചത് അഥവാ എണ്ണിയത്. എന്നാൽ ലിഅന്നഹും ജാഊ മുതലർരീന മുഅ്തരിഫീന ബിമാ ജനഹു, അവർ വന്നത് നബിയെ തങ്ങളുടെ അടുത്തേക്ക് അവർ വന്നിട്ടുള്ളത്, ഇത്രയും വിഷയങ്ങൾ പരാമർശം ചെയ്തിട്ടുള്ളത് അവർ ചെയ്ത തെറ്റുകളെ സമ്മതിച്ചും കൊണ്ടാണ്. അങ്ങനെയൊക്കെയാണ് അവർ വന്നത്. എന്നാൽ കദാലിക, അതുപോലെയാണ് അന്ത യാ അബ്ദല്ലാഹ്, ഓ അള്ളാന്റെ അടിമയാകുന്ന നീയും അപ്രകാരം പോലെ നമുക്കാണ് പറയുന്നത് സുയൂത്തി ഇമാം തങ്ങള്. അപ്പൊ അത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇതാ അതിനബുത്ത, നീ ദോഷം ചെയ്താൽ, മോനെ എല്ലാവർക്കും ബാധക, സലഫികൾക്കും സുന്നികൾക്കും എല്ലാവർക്കും ബാധകാണ്. ഇതാ അതിനബത്ത, മോനെ മൂസാക്കിന്യ, നീ ദോഷം ചെയ്താൽ, നീ വന്നു മുഅ്തരിഫൻ ലിറസൂലിക, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തപ്പെട്ട രീതിയിൽ സർവ്വതും സമ്മതിച്ച നിലയിൽ നീ വന്നോ, അല്ലതി ഈ അങ്ങനത്തെ റസൂലാണ്, ആ ഉറുസിലയിലേക്ക് നിന്നിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട്. മുതലർരിഅൻ വജ്ല, അത് വന്നത് എല്ലാ രീതിയിലും നിന്നിലേക്ക് അയക്കപ്പെട്ട നബി തങ്ങളെ കൊണ്ട് നീ സർവ്വതും സമ്മതിച്ച രീതിയിലാണ് നീ അറിയിക്കേണ്ടതും അവിടെ നീ ഏൽപ്പിക്കേണ്ടതും. എന്നാൽ ഫഇന്നഹു യസ്തഗ്ഫിറു ലക, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. എങ്ങനെ? നീ സമ്മതിച്ച് സർവ്വതും അങ്ങോട്ട് കൊടുത്താൽ ആ സമ്മതം സ്വീകരിച്ച രീതിയിൽ അള്ളാഹു ഇങ്ങോട്ട് നബി തങ്ങളെ മുഖേന അറിയിച്ചു തരും, മാപ്പ് തരുന്നുണ്ട്. വയശ്ഫഉ ഫീക, നിനക്ക് നബി തങ്ങള് ഷഫാഅത്ത് ചെയ്യുന്നുണ്ട്. കാരണം ലിഅന്നല്ലാഹ അമറഹു ബിൽ ഇസ്തിഗ്ഫാർ ലക്, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇസ്തിഗ്ഫാറിനെ കുറിച്ചിട്ട് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വഅദിന ലഹു ഫി ശഫാഅത്തി ഫീക്, നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. വകൈഫ ലാ വഹുവ അക്രമുൽ ഖൽഖി അലൈഹി,
എന്തേ ആവാത്തത്? പിന്നെ എങ്ങനെയാണ് ആവാതിരിക്കും? അള്ളാഹുവിന്റെ റസൂൽ അക്രമുൽ ഖൽഖല്ലേ, അള്ളാഹു വലിയ ബഹുമാനം കൊടുത്ത ആളല്ലേ, സൃഷ്ടികളിൽ വെച്ചിട്ട് ഒന്നാമത്തെ ആള്, വലിയ ബഹുമാനമുള്ള ആള് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. വഖദ് വഅദനാ ബിദാലിക, അതുകൊണ്ടല്ലേ പടച്ച റബ്ബ് നമ്മോട് വാഗ്ദത്തം നൽകിയത്. ഫീ ഖൗലിഹി, അള്ളാഹുവിന്റെ വാക്കുണ്ട്, വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറയുന്ന ഈ വാക്ക് എത്രയും വലിയ സത്യമാണ്. ഈ ആയത്ത് എത്രയും സത്യമാണ്. ദോഷികളായ അടിമകളായ മനുഷ്യർ നബിയെ തങ്ങളുടെ അടുത്തേക്ക് വന്ന് ദോഷങ്ങളെ സമ്മതിച്ചും കൊണ്ട് തങ്ങളുടെ മുമ്പിൽ ഇസ്തിഗ്ഫാർ ചെയ്ത, തങ്ങളുടെ മുമ്പിൽ ദ്വാരന്നാൽ തങ്ങൾ അങ്ങോട്ട് പുറത്തു കൊടുക്കണമെന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടില്ലേ? മുസകിന്യ സുയൂത്തി ഇമാം തങ്ങൾക്ക് ഈ ആയത്ത് അറിയാതെ ആയി പോയോ? സർവ്വസലഫികളെ, സുയൂത്തി ഇമാം തങ്ങൾക്ക് ഈ ആയത്തിന്റെ മാനദണ്ഡം മര്യാദയായി പോയോ? മിനിഞ്ഞാന്ന് ഞാൻ ഏകദേശം 38-40 കിതാബ് ഉദ്ധരിച്ച് ഈ ആയത്തിന്റെ വിവക്ഷം വെച്ച് അവർക്ക് ആർക്കും കിതാബ് തിരിയാതെയായോ? എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ സ്വന്തമായി പറയുന്നു, സ്വന്തം വിഷയന് നിന്റെ അടുത്ത് പറഞ്ഞിട്ടായി, എല്ലാവർക്കും പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടായി, ഇനി സ്വന്തം വിഷയ വൈന്നീ ഓ റബ്ബേ, ഈ ഞാന് കത് മുനിയത്തോ, നബി തങ്ങളോട് പറയുകയാണ്, കത് മുനിയത്തോ, എന്നെ തടയപ്പെട്ടോ നബിയെ, അങ്ങോട്ട് വരാൻ ഇപ്പൊ എനിക്ക് സാധ്യയില്ല, എന്നെ തടയപ്പെട്ടു. യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ, ഓ അവ്വലും ആഖിറുമായ നബിയെ, അനിലിത്യാനിയിലേക്ക, അതേ നബിയെ തങ്ങളുടെ മദീനയിലേക്ക് എത്താൻ എനിക്ക് തടയപ്പെട്ടു. ആന്നില്ല, കാരണം ബിദുനൂബിൻ ജലൈതു അലാ നഫ്സി, എനിക്ക് ഇത്തിരി എന്റെ ശരീരമായുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ക്ഷീണമുണ്ട്, എനിക്ക് ഇത്തിരി പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് നബി തങ്ങളോട് പറയുന്നത്, ഓ നബിയെ തൈലമൂദുരി, എന്റെ കാരണങ്ങൾ തങ്ങൾക്കറിയാം, എന്തുകൊണ്ട് ഞാൻ വരാത്തത് തങ്ങൾക്കറിയാം. വലാ ഹീലതലീ, എനിക്ക് ഒരു ഐഡിയയും പിടികിട്ടുന്നില്ല അങ്ങോട്ട് എത്താൻ. അതേ ഗൈറു തഅല്ലുഖി ബിജായിക്കൽ അലീം, അങ്ങയുടെ ഈ മഹത്തായ അതിമഹത്തായ ജാഹ് കൊണ്ട് അങ്ങോട്ട് എങ്ങനെ വരണമെന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല നബിയെ. ഞാൻ എങ്ങനെയാണ് വരേണ്ടത്? അതുകൊണ്ട് എനിക്കിപ്പോ വരാൻ കഴിയുന്നില്ല, എന്നെ തടയപ്പെട്ടിട്ടുണ്ട്, എന്റെ ശാരീരികമായുള്ള പ്രശ്നങ്ങളാണ് അതിന്റെ കാരണം. വസ്സലാത്തു അലൈക, ഓ നബിയെ, അള്ളാഹുവിന്റെ എല്ലാ നിലക്കുള്ളതായ കരുണകൾ ചൊരിച്ച നബിയെ, വസ്സലാത്തു അലൈക, സ്വല്ലല്ലാഹു അലൈക, നബിയെ അങ്ങയുടെ മേൽ സ്വലാത്ത് ഉണ്ടാകട്ടെ, അള്ളാഹും അങ്ങയുടെ മേൽ സ്വലാത്ത് പറയട്ടെ, വഅലാ ആലിക, അങ്ങയുടെ കുടുംബത്തിന്റെ മേലും അഫ്ളലു സ്വലാത്തിൻ വഅസ്കാ തസ്ലീം, 110% വേണ്ട രീതിയിലുള്ള നല്ല സൂപ്പർ സ്വലാത്തുകളും സൂപ്പർ സലാമുകളും അങ്ങയിലേക്ക് അർപ്പിക്കുന്നു നബിയേ. എന്ത് വിഷയം ഇപ്പോ? ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങള് നാട്ടിലിരുന്ന്, അതായത് സുയൂത്തി ഇമാം തങ്ങൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ ഇരുന്ന് പറയുന്നു, യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ. ഇതാണ് സുയൂത്തി ഇമാം തങ്ങളുടെ ഇസ്തിഗാസ. അവിടുത്തെ കിതാബിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ സുയൂത്തി ഇമാം തങ്ങൾ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, അത് എതിർത്താളൊന്നും അല്ല. സുയൂത്തി ഇമാം തങ്ങൾ ഇസ്തിഗാസ ചെയ്യണം. യാ അബ്ദുല്ലാഹ് ഇദാ അദ്നബത വഅതൈത മുതരിഫൻ ലിറസൂലില്ലാഹ് അല്ലദീ ഉർസില ഇലൈക മുതളർരിഅൻ വജലാ എന്ന് പറയപ്പെടുന്ന ഈ വിഷയം വളരെ വ്യക്തമായി അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു 899 ജനിച്ചത്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ, ഓ സുബ്ഹാനല്ലാഹ്, 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് സലഫികളുടെ നേതാക്കൾ KM മൗലവി അടക്കമുള്ള പണ്ടത്തെ നേതാക്കൾ അവരുടെ അൽമനാറിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ 899 ജനിച്ചു, 974 വഫാത്ത്. 974 വഫാത്ത്. ബഹുമാനപ്പെട്ടവർക്ക് 100 കണക്കിന്റെ ഇസ്തിഗാസ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മുഹ്താജിലും കാണാം, 3-ാം വാല്യം 201-ാമത്തെ പേജിൽ ഈ വിഷയങ്ങൾ, ഇസ്തിഗാസമായുള്ള ബന്ധപ്പെടുന്ന വിഷയങ്ങൾ 100 കണക്കിന്റെ ഇസ്തിഗാസ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ചെയ്തിട്ടുണ്ട്. അൽ ജൗഹറുൽ മുനല്ലമിലും കാണാം. ആശയത്തുൽ ഇലാഹിൽ, ഇലാഹ് ബഹുമാനപ്പെട്ട നമ്മുടെ നവയിമാം തങ്ങളതാണ്, അതിന്റെ ഷറയിലും ഇത്രയും ഇസ്തിഗാസ, 100 കണക്കിലുള്ള ഇസ്തിഗാസകൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പ്രകടിപ്പിച്ചതും പറഞ്ഞതും ചെയ്തതുമായി അവിടുത്തെ കിതാബുകളിൽ കാണാവുന്നതാണ്. പിന്നെ തുഹ്ഫ എടുത്താൽ നമുക്ക് കാണാം, 3-ാം വാല്യം 201-ാമത്തെ പേജിൽ
ഔലിയാക്കൾ, ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ശുഹദാക്കൾ ഇത്രയും ആൾക്കാരെ സിയാറത്ത് ചെയ്താലുള്ള പ്രത്യേകത എന്താണ് എന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ഫസുഫാറുഹും, ഇത്രയും ആൾക്കാരെ സന്ദർശിച്ചാൽ യഊദു അലൈഹിം മിൻഹും മദദുൻ ഉഖ്റവിയുൻ, ഇത്രയും സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങളോ, സുലഹായിങ്ങളോ, അതുപോലെ അമ്പിയാക്കൾ, ഔലിയാക്കളോ ഇവരെ സന്ദർശിച്ചാൽ ആഖിറത്തിൽ ഉപപ്രദമാകുന്ന, ഉപകരിക്കുന്ന പ്രത്യേകമായുള്ള മദദ്, സഹായങ്ങള് ഇവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ലാ യുൻകിറുഹു ഇല്ലൽ മഹ്റൂമൂൻ, ഇത്രയും വിശോധിക്കുന്ന, ഇത്രയും വിഷയങ്ങളെ നിഷേധിക്കുന്നത് ഇൽമില്ലാത്ത അജ്ഞാനികളാകുന്നു. അവർ പടച്ചവന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടവരാണ്, മഹ്റൂമീങ്ങളാണ്, തടയപ്പെട്ടവരാണ്, ബുദ്ധി കുറഞ്ഞവരാകുന്നു, ഇൽമില്ലാത്തവരാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇവിടെ ഹൈതമി തങ്ങൾ തുഫയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനാൽ നമുക്ക് സിയാറത്ത് ചെയ്യുമ്പോൾ അമ്പിയാക്കളെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ, ഇത്രയും സുലഹായിങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഫസുവാറുഹും യഊദു, അവരെ സന്ദർശിച്ചത് കൊണ്ട്, യഊദു അലൈഹിം മിൻഹും, അവരിൽ നിന്ന് നമുക്ക് കിട്ടാറുള്ളത് മദദുൻ ഉഖ്റവിയുൻ, നല്ല ഉഖ്റവിയായ സഹായങ്ങളാണ്. അത് ഉപപ്രദമാകുന്നു, ഉപകാരമാകുന്നു, അത്രയും സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് നിഷിദ്ധം അല്ല. നിഷേധമാക്കുന്നവൻ അവൻ മഹ്റൂമിൽപ്പെട്ട ആളാണ്, ബുദ്ധി കുറവാണ്, അവൻ ഇൽമില്ലാത്തവനാണ്, അജ്ഞാനിയാണ്, അവൻ മഹ്റൂമാണ് എന്ന് ഇബ്നു ഹൈതമി തങ്ങള് തന്റെ തുഹ്ഫയില് ഈ വിഷയം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അത് മാത്രമൊന്നുമല്ല, ഇബ്നു തൈമിയയെ കുറിച്ചിട്ടും ശക്തമായി ഫതാവൽ ഹദീസിയയിൽ നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു ഹൈതമി തങ്ങള് ഇബ്നു തൈമിയയെ പല രീതിയിലും തുഹ്ഫയിലും അങ്ങനത്തെ വിഷയം സിയാറത്തിനെ കുറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്നു ഹൈതമി തങ്ങള് ഇബ്നു തൈമിയയെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അവർ ഇസ്തിഗാസക്ക് എതിരാണ്, അത് ഇസ്ലാമിക അല്ല, ആ എതിർപ്പ് അത് ശരിയല്ല. ഇസ്ലാമിക വീക്ഷണത്തില് സിയാറത്ത് എന്നുള്ളത് അഥവാ സഹായം, ഇസ്തിഗാസ എന്ന വിഷയം അത് ഉള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമൊന്നുമല്ല, ഹാഷ്യത്തുൽ നമുക്ക് കാണാം 492 പേജില് എന്ന് പറയുന്ന ഈ വരികളും അവിടെ അതിൽ കാണുന്നുണ്ട്. അതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തവസ്സുലുമായുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ട്. അതിനാൽ ഇബ്നു ഹൈതമി തങ്ങള് 100% ഇസ്തിഗാസയെ അംഗീകരിച്ചവരും ഇസ്തിഗാസ ചെയ്തവരുമാകുന്നു. ഇനി നോക്ക്, ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ അലി ഇബ്നു അഹ്മദ് അസ്സുമൂദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ സുയൂത്തി ഇമാം തങ്ങൾ അതേ കാലഘട്ടത്തിൽ വഫാത്തായ ആളാണ്. 911 വഫാത്താണ്. ബഹുമാനപ്പെട്ടവർക്ക് വഫാ എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥമുണ്ട്. അതിൽ 100 കണക്കിൽ ഇസ്തിഗാസയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരാമർശം ചെയ്തിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഫളലുകളും ഫളായിലുകളും അവിടുത്തെ വിഷയങ്ങളും അവിടുത്തെ ബഹുമാനങ്ങളും അവരുമായി ബന്ധപ്പെടുന്ന വിശേഷണങ്ങളും അവർ ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലും വഫായിൽ നമുക്ക് കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ടവർ ആ വിഷയം സമ്മതിക്കുകയും അവിടുത്തെ കിതാബുകളിൽ കുറിച്ചു വെക്കുകയും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇത്രയും മഹത്തുക്കളൊക്കെയും ചെയ്തതാണ്. ആ ചെയ്ത വിഷയം നാം പറയുന്നു എന്നേ ഉള്ളൂ. ഇസ്തിഗാസ അവർ ചെയ്തിട്ടുണ്ട്, മഹത്തുക്കളായ ഇമാമിയങ്ങൾ നടത്തിയിട്ടുണ്ട്. 10ാം നൂറ്റാണ്ടിലെ ഇസ്തിഗാസമായുള്ള വിഷയങ്ങൾ എനിക്ക് പറയാൻ 100 കണക്കിൽ വിഷയങ്ങളുണ്ട്. പക്ഷേ സമയത്തിന്റെ അഭാവത കൊണ്ട് ഞാൻ ചുരുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സുമൂദ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹത്തുക്കള് ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കിതാബുകളിലും നമുക്ക് 100 കണക്കിൽ പറയാറുണ്ട്. അതിനാൽ റബ്ബുൽ ഇസ്സത്ത് ഇത്രയും മഹത്തുക്കൾ ചെയ്തതായ ഇസ്തിഗാസ തുടരെ ഇന്ന് സുന്നികൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി തരട്ടെ. നന്മകൾ, ഖൈറാത്തുകൾ വളരെയധികം നല്ലോണം ചെയ്യാൻ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ്സുകൾ, നിരന്തരമായുള്ള ചർച്ചകൾ അള്ളാഹു എല്ലാം കബൂൽ ചെയ്ത് 100 കണക്കിലുള്ള പ്രവർത്തകർക്ക് ഉപകരിക്കുന്ന ക്ലാസ് ആയിട്ട് അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉസ്താദന്മാരുടെ കുറുത്തവുമുള്ള മുതഅല്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. എല്ലാ രീതിയിലും അള്ളാഹു ഞങ്ങളെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ് മരിച്ചുപോയ നമ്മുടെ ബാപ്പടക്കമുള്ള എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത്, മർഹമത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.